ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ ഇടാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് ഇപ്പം വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോവാണ് ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഇന്ന് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ്, കുറേ കാലത്തിന് ശേഷം ഇന്നാണ് ലോക്ക്ഡൗൺ ഇല്ലാണ്ട് സൺഡേ ഒന്ന് പുറത്തിറക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു തിരക്കൊന്നും റോട്ടിൽ കാണാത്തതുകൊണ്ട് വളരെ നല്ല കാര്യം തന്നെയാണ് തിരക്കില്ലാത്തത്. ഇപ്പം ഇന്ന് മെയിനായിട്ട് വേറെ ഒന്നുമില്ല, വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ കൊടുക്കണം. ഡേ 1 വീഡിയോ എന്ന രീതിയിൽ ഇടാനുള്ള ഒരു പരിപാടിയാണ്. ലെഫ്റ്റും റൈറ്റും ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്ന ചെറുക്കുണി എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ബ്രണ്ണൻ കോളേജ്, അണ്ടലൂർക്കാവ് ആ ഏരിയയിലാണ്. ഇപ്പോൾ തലശ്ശേരിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഈ റൈറ്റ് സൈഡ് കാണുന്ന ബ്രണ്ണൻ കോളേജാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് റോഡ് താഴോട്ടുള്ളത്. മുതലാളി ഷോപ്പിൽ മുതലാളിനെ കാണുന്നില്ല. ഷോപ്പ് ഇവിടെ ഓപ്പണാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഷോപ്പ്. ആളെ കാണുന്നു, വിളിച്ചോട്ടെ. ഈ ഷോപ്സൊക്കെ വരുന്നുണ്ടല്ലോ. എന്താണ് എടുക്കുന്നത്? ഹലോ, അശാനായിട്ടുള്ള ഞാൻ വീട്ടില് ഫുഡ് കഴിക്കുന്നോ? ഞാൻ പുറത്തുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഷോപ്പൊന്ന് ഇപ്പുറത്ത് കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ ഷോപ്പ് വരുന്നത്. സ്ക്രീൻ വാഷിംഗ് ഉണ്ട്, പെയിന്റ് കറക്ഷൻ ഉണ്ട്, സെറാമിക് കോട്ടിങ്, പിന്നെ റൈഡിങ് ഗിയേഴ്സ് ക്ലീനിങ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. AC അല്ല ഓണ്. ഇവിടെ ഏതോ ഒരു വണ്ടി പെയിന്റ് കറക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഒന്ന് ക്യാമറ പോകട്ടെ, ഹെൽമെറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഷോപ്പ് വരുന്നത്. ഈ TV ഒക്കെ ഉണ്ട്. സാധാരണ ഇവിടെ TV കണ്ടിരിക്കലാണ് പതിവ്. ഇന്നിപ്പോൾ മൂപ്പർ ഫുഡ് കഴിക്കാൻ പറ്റുള്ളത്. അപ്പോൾ ഇതാണ് ഷോപ്പ്. നമുക്കിവിടെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ട്. ബൈക്കുകാർക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി ഉണ്ട് കൊണ്ടുവന്നിട്ട്. എന്താ ചെയ്യാൻ വേണ്ടിയെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് പോളിഷിങ്ങിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് മാറ്റാണ് ബുള്ളറ്റ് വരുന്നത്. അപ്പോൾ ഇനി മൂപ്പർ വന്നിട്ട് കാണാം. ഇത് ഷോപ്പിൻ്റെ മുതലാളി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കൂടെ? ഹായ് പറ. കാണാൻ ലുക്കില്ലാതെയുള്ള ഈ ഷോപ്പിന്റെ മുതലാളിയാണ് ഇരിക്കുന്നത്. യൂട്യൂബില് ഓൾറെഡി ഒരു വണ്ടി കയറി. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മളെ വണ്ടി വാഷിങ്. അപ്പൊ ഞാൻ പ്രൈസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. നിലവിൽ ഇത്രയാണ് വരുന്നത്. ഇപ്പൊ സ്കൂട്ടർ തൊട്ട് ഇലക്ട്രിക് സ്കൂട്ടർ വരെ ഉണ്ട്. ഫ്യൂച്ചറിലേക്ക് വരെ ബില്ലടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം വേണ്ടി പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. പിന്നെ ചെയിൻ ക്ലീനിങ്, ലൂബിങ് 180 വരുന്നുണ്ട്. ലൂബിങ് മാത്രമാണ് 80. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മളെ റൈഡിങ് ഗിയേഴ്സും ഹെൽമെറ്റും ക്ലീനിങ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസെല്ലാം ഞാൻ ചോദിച്ചിട്ട് പറയാം. അതൊക്കെ വാട്സപ്പിൻ്റെ പാസ്വേഡാണ്. ഇത് ഇൻസ്റ്റാഗ്രാം. താങ്ക് യു ഫോർ ചൂസിങ് സ്കീം വാഷ്, താങ്ക് യു ഫോർ മേക്കിംഗ് അവർ പ്ലാൻ ഗ്രീൻ. അത് ഇതായിട്ട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിച്ചു നോക്കാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെ റൈഡിങ് ഗിയേഴ്സ് ക്ലീനിങ് ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ അതിന് എത്ര റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ്? ജാക്കറ്റ് ആകുമ്പോൾ 300 രൂപ സ്റ്റാർട്ടിങ്. ഇപ്പോൾ രാവിലെ തന്നിട്ടുണ്ടെങ്കിൽ മിനിമം 4 hours. ഇപ്പോൾ രാവിലെ കൊടുത്താൽ വെയിലുള്ള ദിവസമാണെങ്കിൽ വൈകിട്ടത്തേക്ക് സാധനം കിട്ടും. സൺലൈറ്റിൽ. അപ്പോൾ അതൊരു പ്രശ്നമുണ്ടല്ലേ. അപ്പോൾ ഹെൽമെറ്റിന്റെ ക്ലീനിങ്ങും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഹെൽമെറ്റിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് എത്ര തൊട്ടാ? 100 സ്റ്റാർട്ടിങ്. അതിനകത്ത് കുഷൻ ക്ലീനിങ്ങും പോളിഷും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യം എക്സ്റ്റീരിയൽ മാത്രം. അപ്പോൾ ഫുള്ളായിട്ട് സർവീസ് ചെയ്യുമ്പോൾ 200 വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ലിയർ വൈസറിൽ നിങ്ങൾ മറ്റേ ഹൈഡ്രോഫോബിക് ചെയ്യുന്നില്ല? ഓക്കെ. ഇപ്പോൾ വണ്ടിയിൽ ആ പരിപാടി ചെയ്യാനോ ഹൈഡ്രോഫോബിക് ചെയ്യുന്നത്? സെറാമിക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പരിപാടി നടക്കട്ടെ. ഇനി
ബാക്കിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇനി മഴ വരുമോ എന്നുള്ള നല്ല ഡൗട്ടുണ്ട്. പിന്നെ എന്തിനാ കഴുകാൻ വന്നതെന്ന് ഇപ്പം ചോദിക്കും. അത്യാവശ്യം നല്ല വൃത്തികേടാവും എൻ്റെ വണ്ടി. മഴയെ തോടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ചെളിയായിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഇവരിപ്പോൾ ഓഫർ കൊടുത്തിട്ടുണ്ട്. അത് സെപ്റ്റംബർ 15 വരെയാണ് കേട്ടോ. ഈ ഡെലിവറി ബോയ്സിന് ഇപ്പോൾ നിലവിൽ നല്ല രീതിയിൽ പൈസ കുറവായിരിക്കും. എനിക്ക് തോന്നുന്നത് 150ക്ക് വണ്ടി ഫുള്ള് വാഷിങ്ങും ടയർ വാക്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് 150 റുപ്പീസിന് സ്റ്റീം വാഷിങ് കാര്യങ്ങളെല്ലാം നടക്കും. അല്ലെങ്കിൽ നോർമൽ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഞാനിപ്പോൾ ബൈക്കിൻ്റെ എല്ലാം കാര്യമാണ് പറഞ്ഞത്, ആ ലെവലിൽ വെച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ സ്കൂട്ടർ സ്റ്റാർട്ടിങ് 220 ആണ്. അപ്പോൾ ഈ 220ക്ക് നമുക്ക് വണ്ടി സ്റ്റീം വാഷിങ് ചെയ്യും. സ്റ്റീം വാഷ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ തിളക്കം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ടയർ പോളിഷും കാര്യങ്ങളും വാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചു തരാം. ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത്. ഇപ്പോൾ നമ്മൾ നോർമൽ വാഷിങ്ങിനകത്ത്. പിന്നെ ഇപ്പം എന്താ അത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കവർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാം. എനിക്ക് തോന്നുന്ന മഴ പെയ്യുന്നില്ല. ഓ നോ. അപ്പം പറഞ്ഞ പോലെ തന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി കഴുകിയിട്ട് ഇനി ചെളിയിലിടാതെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കാം. ചെളിയിൽ വീണതന്നെ എല്ലാവരും ഇപ്പം എന്താ പറയുക, അല്ല ബെസ്റ്റ് കാലാവസ്ഥ. ഇനിയിപ്പോൾ നമ്മളെ വണ്ടി കഴുകാൻ കയറ്റി. ഇപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നോക്കാം. എവിടെ ആളെവിടെ? അയ്യോ ഒന്നും കാണുന്നില്ല. അതോടെ ആക്കിട്ടെ. വണ്ടി കഴുകൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം പോണം. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ പോവാണ്. ടാറ്റാ, ബൈ ബൈ. സെൻട്രൽ സ്റ്റാൻഡ് അല്ലേ? ഓക്കെ, ഞാൻ പോട്ടെ. അപ്പോൾ വണ്ടി വാഷിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഷോപ്പിൻ്റെ കോൺടാക്ട് ലിസ്റ്റ് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് മീ എബൻ സൈനിങ് ഓഫ്.